ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും കൂടി കാണാം. ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ മീനിങ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളതിൽ പറയാൻ പോകുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതിനു മുമ്പ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണെന്നും, പക്ഷെ അത് ബാലൻസ് ഷീറ്റിൽ, കൺവെൻഷണൽ ബാലൻസ് ഷീറ്റിൽ അത് റെക്കോർഡ് ചെയ്യണില്ല എന്നും പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രെയിനിങ്, ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിക്ക്, പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള സെലക്ഷൻ, എക്യൂസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പണം ചിലവാക്കുന്നുണ്ട്. ഈ ചിലവാക്കുന്ന ഫണ്ടുകളൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. ഒരു കൊല്ലം കൊണ്ട് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്, ശരിയല്ലേ? ട്രെയിനിങ്, നമ്മളൊരു എംപ്ലോയിക്ക് ഒരു ട്രെയിനിങ് കൊടുത്താൽ ആ ട്രെയിനിങ് കൊണ്ട് ഒരൊറ്റ കൊല്ലമല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക, ഒരുപാട് കാലം. അയാൾ എത്ര കാലം നമ്മുടെ ഓർഗനൈസേഷനിൽ സർവീസ് ചെയ്യുന്നുണ്ടോ അത്രയും കാലം അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളിത് കാണിക്കുന്നത്, ഈ ട്രെയിനിങ്ങിന് വേണ്ടി ചിലവാക്കിയ ഫണ്ട് കാണിക്കുന്നത് P&L അക്കൗണ്ടിലാണ്. അതാണ് നമ്മുടെ തെറ്റ് നമ്മൾ പറയുന്നത്. P&L അക്കൗണ്ടിൽ കാണിക്കുക, സാധാരണ നമുക്കറിയാം എന്താ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയറിലേക്കുള്ള എക്സ്പെൻഡിച്ചറാണ്. മനസ്സിലായോ? അപ്പോൾ അതല്ല വേണ്ടത്. എവിടെയാണ് കാണിക്കേണ്ടത്? ക്യാപിറ്റലാണ്. കാരണം ഫ്യൂച്ചറിലേക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് പിന്നെയും കിട്ടുന്നതുകൊണ്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കൺസിഡർ ചെയ്യണമെന്നും ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കണമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസിന് നമ്മൾ ചിലവാക്കുന്ന ഫണ്ട്, ഹ്യൂമൻ റിസോഴ്സസിന് ചിലവാക്കിയ ഫണ്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നും അതിനെ കൃത്യമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്നുമാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ വാദിക്കുന്ന കാര്യം. കാരണം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഫിസിക്കൽ അസറ്റുകളെയും ഫിനാൻഷ്യൽ അസറ്റുകളെയും ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണം? ഹ്യൂമൻ റിസോഴ്സസ് തന്നെ സ്ഥാപനത്തിൽ വേണം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റീസെൻ്റ് ഇയേഴ്സിൽ അതിൻ്റെ ക്വാണ്ടിഫൈ ചെയ്യാൻ, വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ക്വാണ്ടിഫൈ ചെയ്യാൻ ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ മെനി അറ്റംപ്റ്റ്സ് ആർ മെയ്ഡ് ടു ക്വാണ്ടിഫൈ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ്. എന്നാൽ എന്താണ് ഹ്യൂമൻ അസറ്റിൻ്റെ വാല്യൂ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ഉത്തരം പറയാൻ പറ്റുക? ഒരു ഹ്യൂമൻ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മറ്റുള്ള അസറ്റുകളുടെ വാല്യൂ പോലെ തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ട്, ദ പ്രസൻറ്റ് വർത്ത് ഓഫ് ദയർ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സർവീസ് ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹ്യൂമൻ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ദ പ്രസൻറ്റ് വർത്ത് ഓഫ് ദയർ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സർവീസ്. ഒരു വ്യക്തിയെ നമ്മൾ ജോലിയിൽ ട്രെയിനിങ് കൊടുത്ത് നിയമിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫ്യൂച്ചറിൽ നിന്നും നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന സർവീസിൻ്റെ ഇന്നത്തെ വർത്താണ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. മനസ്സിലായോ? ഈ വാല്യൂ നമ്മൾ എങ്ങനെ കാണണം? ബാക്കി ഗുഡ് വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ പോലെ തന്നെ, അല്ലെങ്കിൽ ഗുഡ് വില്ല് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യണ പോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വാല്യൂവും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്നാണ് പറയണത്. സെയിം വേ ആസ് ദ ഗുഡ് വിൽ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അസറ്റ്. കണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ഓൾസോ ബി ട്രീറ്റഡ് ആസ് വാല്യൂബിൾ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. അതാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ വാദിക്കുന്ന കാര്യം. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും കൂടിയും പറയുകയാണ്. അതിന് വാല്യൂ ഉണ്ട്, ആ വാല്യൂ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, P&L ഡെബിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്നുള്ള ആ ശാഖയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് HRA ഈസ് നോട്ട് മിയർലി ടു അക്കൗണ്ട്
but also to help the management in planning and controlling the contribution of HR to organization. അപ്പോൾ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല എന്നാണ്, ടു അക്കൗണ്ട്, അതായത് ഹ്യൂമൻ വാല്യൂ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്, എന്തും കൂടിയുണ്ട് എന്നാണ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ്. ആരെയാണ് നമ്മൾ സഹായിക്കണം? മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. എന്തിന്? ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് HR ടു ഓർഗനൈസേഷൻ. ഓക്കെ, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. എന്തിൻ്റെ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്? ദ കോൺട്രിബ്യൂഷൻ ഓഫ് എന്നാണ് HR ടു ഓർഗനൈസേഷൻ. കണ്ടോ, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര വേണം, എങ്ങനെ വേണം എന്ന് പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യാനും സഹായിക്കുകയും കൂടിയും ആര് ചെയ്യുന്നുണ്ട്? HR ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് എത്ര വേണം, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് എന്താണ് എടുക്കാനുള്ള ഒരു സഹായവും കൂടിയും ഈ എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയണത് ടു ഫർണിഷ് കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ. എന്ത് പ്രൊവൈഡ് ചെയ്യുക? കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ കൊടുക്കുക. ആർക്ക്? ഫോർ മേക്കിംഗ് പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഡിസിഷൻ അബൌട്ട് അക്വയറിംഗ്, അലോക്കേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ഓർഡർ ടു അച്ചീവ് കോസ്റ്റ് ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താ നോക്കുക? ടു ഫർണിഷ് കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ. ഓക്കെ, കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിനു വേണ്ടി? ആർക്ക് കൊടുക്കുന്നു? ഓർഗനൈസേഷന് കൊടുക്കുക. കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ, എത്രയാണ് ചിലവ് വരിക എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിനു വേണ്ടിയാണ് കൊടുക്കണേ? ഫോർ മേക്കിംഗ് പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. എന്തെടുക്കാൻ വേണ്ടി? ഒരു ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി. എന്തുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്? അക്വയറിങ്, അലോക്കേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ സ്ഥാപനത്തിൽ എന്താണ്, എങ്ങനെയായിരിക്കണം എന്താണ് ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യേണ്ടത്, അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കാൻ. ഓക്കെ, കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ കൊടുക്കണം. എന്തിനാണ് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, കോസ്റ്റ് ഇഫക്റ്റീവ് ആവണം നമ്മുടെ ഓർഗനൈസേഷൻ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? ഓർഗനൈസേഷന് കൊടുക്കുന്നത്. അപ്പോൾ ടു ഫർണിഷ് കോസ്റ്റ് വാല്യൂ ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് decision about acquiring, allocating and developing human resources in order to achieve cost effective organization objective. ക്ലിയർ? ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താ നോക്കാം. ടു നോ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ HR. ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ എത്രയാണ്? കാരണം നമ്മൾ റിട്ടേൺ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി കാശ് ഇറക്കുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കാശ് ഇറക്കുന്നു. ഇത് ഇറക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് റിട്ടേൺ ആണ് ഫേമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് അറിയാൻ നമുക്ക് അത്യാവശ്യമാണ് HR. അപ്പോൾ HRയുടെ അടുത്ത ഒബ്ജക്റ്റീവ് അതാണ്, ടു നോ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ HR. ദെൻ അടുത്തത് പറയണത് എന്താ നോക്കിയേ? ടു കമ്മ്യൂണിക്കേറ്റ് ദ വെർത്ത് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് to the organization and society. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് ദ വെർത്ത് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വെർത്ത് എത്രയാണ് എന്ന് ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? ഓർഗനൈസേഷനെയും സൊസൈറ്റിയും. അതായത് എംപ്ലോയീസിൻ്റെ വെർത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആർക്ക്? ഓർഗനൈസേഷൻ. കാരണം ഏതൊരു ഓർഗനൈസേഷൻ്റെയും സക്സസ്സിന് പ്രധാന ചുക്കാൻ പിടിക്കുന്നത് എന്താണ്? നമ്മുടെ എംപ്ലോയീസാണ്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ ടു എൻഷുർ കമ്പാരബിലിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു എൻഷുർ കമ്പാരബിലിറ്റി. മറ്റുള്ള സ്ഥാപനങ്ങളിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുൻകാലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് എൻഷുർ ചെയ്യുക. അതുപോലെ കംപ്ലീറ്റ്നെസ്, കാരണം ഹ്യൂമൻ റിസോഴ്സസിനെയും കൂടിയും എസ് എ അസറ്റായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്താലേ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താവുള്ളൂ? കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവുള്ളൂ എന്നാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ, അത് ഉറപ്പുവരുത്താനാണ് നമ്മൾ എന്താണ് അടുത്തത് ശ്രദ്ധിക്കുന്നത്. പിന്നെ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താ നോക്കിയേ? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് മാൻ പവർ ടു ദ സൊസൈറ്റി.
ഓക്കെ, നെക്സ്റ്റ് ലക്ഷ്യം എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. എന്തിൻ്റെ ഇൻഫർമേഷൻ? ഓഫ് ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് മാൻ പവർ. കാരണം നമ്മുടെ മാൻ പവർ എന്താണ് സ്ട്രക്ചറിൽ പണ്ടത്തെയും ഇന്നത്തെയും തമ്മിൽ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? നമ്മുടെ എംപ്ലോയീസിൻ്റെ യൂണിയനിലായാലും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസിലായാലും അവരുടെ പോളിസിയിലായാലും ഒക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ചസ് നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഇൻഫർമേഷനായിട്ട് കൊടുക്കണം. ഓക്കെ, അത് കൊടുക്കുക. ആർക്ക്? മാനേജ്മെൻറ്റിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയും HRAക്ക് ഉണ്ട്. Okay, then last one, to know whether the human resources have been properly utilized and allocated. ഇനി ലാസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്ത് ഉറപ്പുവരുത്താം? know whether the human resources have been properly utilized. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ, പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യണില്ലേ എന്നുള്ള കാര്യം കൂടിയും നമ്മൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് അടുത്തത് പറയാം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ HRAയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അഡ്വാൻറ്റേജ് നമുക്ക് ഓരോ പോയിന്റും ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ നോക്കിയേ. ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി ടു അസർട്ടൈൻ ഹൗ മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഹാസ് മെയ്ഡ് ഓൺ ഇറ്റ്സ് എംപ്ലോയി ആൻഡ് ഹൗ മച്ച് റിട്ടേൺ ഇറ്റ് ക്യാൻ എക്സ്പെക്ട് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ് സഹായിക്കുന്നു? കമ്പനീനെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി. എന്തിന് സഹായിക്കുന്നു? അസർട്ടൈൻ ഹൗ മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഹാസ് മെയ്ഡ് ഓൺ ഇറ്റ്സ് എംപ്ലോയി. നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഓക്കെ, അതുപോലെ തന്നെ എത്ര റിട്ടേൺ ആണ്, ഹൗ മച്ച് റിട്ടേൺ. കണ്ടോ, ഇറ്റ് ക്യാൻ എക്സ്പെക്ട് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അസർട്ടൈൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു? HRA സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയണത് ഇറ്റ് എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു നോ ദ കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ. ഓക്കെ, നമ്മുടെ ഫേമുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ലേബർ ടേൺ ഓവർ അല്ലേ? ഒരു എംപ്ലോയിനെ നമ്മൾ കണ്ടുപിടിച്ച് അയാൾക്ക് ട്രെയിനിങ് കൊടുത്ത് സ്കില്ല് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അയാൾ വേറെ കമ്പനിയിലേക്ക് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. നമുക്ക് പിന്നെയും പുതിയൊരാളെ എടുക്കണമെങ്കിൽ അത്രയും കോസ്റ്റ് ചിലവല്ലേ, ഇത്രയും ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ആദ്യം ചിലവല്ലേ. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ ആര് സഹായിക്കുന്നു? HRA സഹായിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ലേബർ റിലേഷൻസ് കൊണ്ട് നടക്കണം. എന്നാലേ ടേൺ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ കാര്യങ്ങൾ ആര് സഹായിച്ചു തരും? ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് നമ്മളെ സഹായിച്ചു തരും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ദ റേഷ്യോ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ടു നോൺ ഹ്യൂമൻ ക്യാപിറ്റൽ കണ്ടോ ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് ലേബർ ഇൻറ്റൻസിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. പിന്നെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണാം? ഹ്യൂമൻ ക്യാപിറ്റലും കാണാം, നോൺ ഹ്യൂമൻ ക്യാപിറ്റലും കാണാം. അതിൻ്റെ റേഷ്യോ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഹ്യൂമൻ ക്യാപിറ്റലും നോൺ ഹ്യൂമൻ ക്യാപിറ്റലും ആയിട്ടുള്ള റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ലേബർ ഇൻറ്റൻസീവ് സ്ഥാപനമാണോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം ലേബറിന് കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻ ആവും. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ HRA നമുക്ക് സഹായിക്കുന്നു. ഇനി നാലാമത്തെ പോയിൻ്റായിട്ട് പറയണത് ഇറ്റ് പ്രൊവൈഡ് എ ബേസ് ഫോർ പ്ലാനിങ് ഓഫ് ഫിസിക്കൽ അസാറ്റ് ആൻഡ് ഹ്യൂമൻ അസാറ്റ്. കണ്ടോ, ഇറ്റ് പ്രൊവൈഡ് എ ബേസസ് ഫോർ പ്ലാനിങ്. എന്തിനെ പ്ലാൻ ചെയ്യാൻ? ഫിസിക്കൽ അസറ്റും ഹ്യൂമൻ അസറ്റും എത്ര വേണമെന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു ബേസസ് ആയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? HRA ഉപയോഗിക്കാം. ദെൻ അടുത്തത് പറയണം നോക്കിയേ. HRA will be useful in improving the efficiency of employees. കണ്ടോ, ഇറ്റ് ഈസ് യൂസ്ഫുൾ. അപ്പോൾ HRA will be useful. എന്തിനു യൂസ്ഫുൾ ആണ്? ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്ത് സഹായകമാണ്? ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ദ മാനേജ്മെൻറ്റ് ആൻഡ് വാല്യുബിൾ എയ്ഡ് ഫോർ മോണിറ്ററിങ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്, റെഡ്യൂസിങ് ആബ്സെൻറ്റിസം ആൻഡ് ഇംപ്രൂവിങ് ഹ്യൂമൻ റിലേഷൻസ്. കണ്ടോ, അതുപോലെ തന്നെ HRA നമുക്ക് എന്ത് തരുന്നു? മാനേജ്മെൻറ്റിന് എന്ത് കൊടുക്കുന്നു? ഒരു വാല്യൂബിൾ എയ്ഡ് ഫോർ മോണിറ്ററിങ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. എന്തിനുള്ളത്? എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി മോണിറ്റർ ചെയ്യാൻ, അതുപോലെ ആബ്സെൻറ്റീസം കുറയ്ക്കാൻ, അതുപോലെ ഹ്യൂമൻ റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വാല്യൂബിൾ എയ്ഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ HRA എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് മുഴുവൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.